തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. 5 വക്ത് ഫർദ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട പോലെ ബാധ്യതയാക്കപ്പെട്ടൊരു വിഷയമല്ല തറാവീഹ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, ഏതാനും ദിനങ്ങളിൽ മാത്രമാണ് ഇത് ജമാഅത്തായിട്ട് ആളുകളൊക്കെ കൂട്ടിയിട്ടുള്ള നിസ്കാരം നടന്നിട്ടുള്ളത്. ഒറ്റയായിട്ടും നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഷർത്തോ വാജിബായ വിഷയമല്ല. എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അങ്ങനെ തന്നെയാണ് അത് നിസ്കരിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ജമാഅത്തായിട്ടുള്ള നിസ്കാരം ചില ദിനങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ അതിനെ വീണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹു സജീവമാക്കി ജമാഅത്തായിട്ടുള്ള നിസ്കാരം തുടർത്തി. അന്നോ മുതൽ ഇന്നോളം മുസ്ലിമീങ്ങൾ ഇത് ജമാഅത്തായിട്ട് നിസ്കരിച്ചു പോരുന്ന ശീലമാണ്. എന്നാൽ ഇതൊരാൾ തനിച്ച് നിസ്കരിച്ചു, ജമാഅത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ മറ്റൊരു ജമാഅത്തായിട്ട് പിന്നീട് നിസ്കരിച്ചു, അതിലൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒഴിവ് കഴിവുള്ളവർ, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഈ നിസ്കാരങ്ങളിൽ സംബന്ധിക്കാൻ ഒഴിവ് കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫജറിന് മുമ്പായി നിസ്കരിക്കാൻ തരപ്പെടുന്നൊരു സമയത്ത് നിസ്കരിച്ചാൽ മതി. ഇത് ഒരിക്കലും നിർബന്ധമായൊരു ബാധ്യതയല്ല ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ അവസരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അമാന്തിക്കാൻ പാടുള്ളതല്ല. ഈ ഒരു ദീനി ശഈറത്ത് ചിഹ്നം അത് അതിൻ്റെ ആ സൗന്ദര്യത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ജമാഅത്തിൽ സംബന്ധിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. മൻ സല്ല മഅ ഇമാമിഹി ഹത്താ യൻസരിഫ് കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ എന്നാണ്. ഇമാമിന് പിന്നിൽ നിസ്കരിച്ചു ഇമാം വിരമിക്കുന്നത് വരെ എങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയും മേനിയുമാണ് എന്നാണ്. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമിൻ്റെ പിന്നിൽ തുടർന്ന് ഇമാമിനോടൊപ്പം വിരമിക്കുന്ന രീതിയിൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പോലെ, ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ ഉദാഹരണത്തിന് അയാൾക്ക് അവസരമുണ്ട് ഇമാമിൻ്റെ പിന്നിൽ തറാവീഹ് നിസ്കരിക്കാം എങ്കിൽ അയാൾ ഇമാമിന് പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാളുടെ ഷോപ്പിൽ പോയിട്ട് കച്ചവടം ചെയ്യുമ്പോഴും അയാളുടെ വീട്ടിലേക്ക് പിന്നീട് പോകുമ്പോഴും അയാൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അയാൾ നിസ്കരിക്കുന്നവനെ പോലെയാണ്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവനെ പോലെയാണ്. കാരണം ഇമാമിൻ്റെ പിന്നിൽ അയാൾ നിസ്കരിച്ചതിനാൽ. അപ്പോൾ ആ ഒരു പുണ്യവും ആ ഒരു മഹത്വവും വിസ്മരിച്ചുകൂടാ. പക്ഷേ ഒഴിവ് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ ഇത് ജമാഅത്ത് നിർബന്ധമൊന്നുമല്ല.